വചനവീഥിയിലൂടെ ഫാദർ ജെ.ബി. പുത്തൂർ. വിശുദ്ധ മാർക്കോസ് രചിച്ച നമ്മുടെ കർത്താവ് യേശുമിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. അധ്യായം 6, 7 മുതൽ 13 വരെയുള്ള വാക്യങ്ങൾ. ശിഷ്യന്മാരെ അയക്കുന്നു. അവൻ ഗ്രാമപ്രദേശങ്ങളിൽ ചുറ്റി സഞ്ചരിച്ച് പഠിപ്പിച്ചുകൊണ്ടിരുന്നു. അവൻ തന്റെ 12 പേരെ അടുത്തു വിളിച്ച് 2 പേരെ വീതം അയക്കാൻ തുടങ്ങി. അശുദ്ധാത്മാക്കളുടെ മേൽ അവർക്ക് അധികാരവും കൊടുത്തു. അവൻ കൽപ്പിച്ചു, യാത്രയ്ക്ക് വടിയല്ലാതെ മറ്റൊന്നും, അപ്പമോ സഞ്ചിയോ അരപ്പട്ടയിൽ പണമോ കരുതരുത്. ചെരുപ്പ് ധരിക്കാം, 2 ഉടുപ്പുകൾ ധരിക്കരുത്. അവൻ തുടർന്നു, നിങ്ങൾ ഏതെങ്കിലും സ്ഥലത്ത് ഒരു വീട്ടിൽ പ്രവേശിച്ചാൽ അവിടം വിട്ടുപോകുന്നതുവരെ ആ വീട്ടിൽ താമസിക്കുവിൻ. എവിടെയെങ്കിലും ജനങ്ങൾ നിങ്ങളെ സ്വീകരിക്കാതിരിക്കുകയോ നിങ്ങളുടെ വാക്കുകൾ ശ്രവിക്കാതിരിക്കുകയോ ചെയ്താൽ അവിടെ നിന്ന് പുറപ്പെടുമ്പോൾ അവർക്ക് സാക്ഷ്യത്തിനായി നിങ്ങളുടെ കാലിലെ പൊടി തട്ടിക്കളയുവിൻ. ശിഷ്യന്മാർ പുറപ്പെട്ട് ജനങ്ങളോട് അനുതപിക്കണമെന്ന് പ്രസംഗിച്ചു. അനേകം പിശാചുക്കളെ പുറത്താക്കി അനേകം രോഗികളെ തൈലം പൂശി സുഖപ്പെടുത്തി. യേശു ഏൽപ്പിക്കുന്ന ദൗത്യം. യേശു തന്റെ പരസ്യ ജീവിതം ആരംഭിച്ചിരിക്കുന്ന കാലം, തന്റെ ദൗത്യം ഗ്രാമങ്ങളിലും പട്ടണങ്ങളിലും ചുറ്റി സഞ്ചരിച്ചുകൊണ്ട് ജനങ്ങളെ പഠിപ്പിച്ചുകൊണ്ടും ആവശ്യമെങ്കിൽ അത്ഭുതങ്ങൾ പ്രവർത്തിച്ചുകൊണ്ട് പോലും ജനങ്ങളുടെ യഥാർത്ഥ ആവശ്യങ്ങൾക്ക് അവർക്ക് സഹായമായിക്കൊണ്ടും ഒക്കെ പ്രവർത്തിച്ചിരുന്ന സമയമായിരുന്നു അത്. ഇതിനിടയിൽ യേശു താൻ തന്നെ തെരഞ്ഞെടുത്ത് പരിശീലിപ്പിച്ച് വളർത്തിക്കൊണ്ടുവരുന്ന 12 ശിഷ്യന്മാരെ ഒരു ദിവസം അടുത്ത് വിളിച്ച് അവരുടെ പരിശീലനത്തിന്റെ ഭാഗമായി അവരെ ചില പ്രത്യേക ദൗത്യങ്ങൾ ഏൽപ്പിച്ചുകൊണ്ട് ജനങ്ങളിലേക്ക് പറഞ്ഞയക്കുന്ന ഒരു രംഗമാണ് ഇന്നത്തെ സുവിശേഷത്തിലൂടെ നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കപ്പെടുന്നത്. അങ്ങനെ പറഞ്ഞയക്കുമ്പോൾ യേശു അവർക്ക് നൽകുന്ന നിർദ്ദേശങ്ങളാണ് സുവിശേഷത്തിന്റെ പ്രതിപാദ്യ വിഷയം. ഈ സുവിശേഷ വാക്യങ്ങള് 100% വാക്യാർത്ഥത്തിൽ എടുക്കുക എന്നതിനേക്കാൾ കാലങ്ങളിലൂടെ സമൂഹത്തിൽ വന്നു ചേർന്നിട്ടുള്ള സാംസ്കാരികവും സാമൂഹികവുമായിട്ടുള്ള വ്യതിയാനങ്ങൾ കണക്കിലെടുത്തുകൊണ്ട് വേണം ആ സുവിശേഷത്തിന്റെ അർത്ഥം നമ്മൾ മനസ്സിലാക്കിയെടുക്കാൻ. വേറെ വിധത്തിൽ പറഞ്ഞാൽ യേശു നൽകുന്ന നിർദ്ദേശങ്ങള് അതിന്റെ ആശയങ്ങൾ മനസ്സിലാക്കണം എന്ന് വരികിൽ യേശുവിന്റെ മനസ്സ് നാം അടുത്തറിയേണ്ടിയിരിക്കുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ ചിന്തിച്ചാൽ താൻ ശിഷ്യന്മാർക്കായിട്ട് നൽകുന്ന ദൗത്യം തികഞ്ഞ ഉത്തരവാദിത്വ ബോധത്തോടു കൂടെ അവ നിർവഹിക്കപ്പെടാൻ ഉദ്ദേശിച്ചിട്ടുള്ളതാണ് എന്ന് വ്യക്തമാണ്. അത് അതീവ ലാഘവ ബുദ്ധിയോടുകൂടെ നോക്കിക്കാണേണ്ട, സമയം കളയേണ്ട ഒരു ബാലിശമായിട്ടുള്ള ഒരു യാഥാർത്ഥ്യമായിട്ടല്ല അതിനെ യേശു നോക്കിക്കാണുന്നത്. ജീവിതത്തിന്റെ ഗൗരവതരമായിട്ടുള്ള ഒരു ഉത്തരവാദിത്വത്തിന്റെ രീതിയിൽ വേണം ഈ ദൗത്യത്തെ തന്റെ ശിഷ്യന്മാരെ നോക്കിക്കാണാൻ എന്നുള്ളത് യേശു വ്യക്തമാക്കുകയാണ്. അങ്ങനെ ദൗത്യബോധത്തിന്റെ പശ്ചാത്തലത്തിൽ അവർ സമൂഹത്തിൽ നിർവഹിക്കാൻ ഇടവരുന്ന സേവനങ്ങൾ ആകട്ടെ, ശുശ്രൂഷകളാകട്ടെ, അവയോട് സമൂഹത്തിനും ഒരു കടപ്പാടുണ്ട് എന്നുള്ളതാണ് യേശുവിന്റെ മനസ്സ്. സമൂഹത്തിന്റെ കടപ്പാട് അവരുടെ സേവനങ്ങളോട് ഉചിതമായി പ്രതികരിക്കുകയും അത്തരം സേവനങ്ങൾ അനുഷ്ഠിക്കുന്ന അവർക്ക് വേണ്ട എല്ലാവിധ സഹായ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കേണ്ടത് സമൂഹത്തിന്റെ പ്രതിബദ്ധതയും ഉത്തരവാദിത്വമാണ് എന്നുള്ളതാണ് യേശുവിന്റെ മനസ്സ്. അതുകൊണ്ട് അയക്കപ്പെടുന്ന വ്യക്തികള് തികഞ്ഞ ഉത്തരവാദിത്വത്തോടുകൂടെ തങ്ങളുടേതായിട്ടുള്ള ദൗത്യ നിർവഹണത്തിൽ ഏർപ്പെടണമെന്നും ആ ശുശ്രൂഷയുടെ ഉപഭോക്താക്കളായിട്ട് തീരുന്ന സമൂഹം അതിനോട് ഉത്തരവാദിത്വപൂർണമായിട്ട് പ്രതികരിക്കണമെന്നും അവരുടെ സുരക്ഷിതത്തിനും അവരുടെ സംരക്ഷണത്തിനും വേണ്ടതെല്ലാം ചെയ്തു കൊടുക്കേണ്ട ഉത്തരവാദിത്വം സമൂഹത്തിനുണ്ട് എന്നുള്ളതുമാണ് യേശു ഇവിടെ നിദർശനം ചെയ്യുന്നത്. ഇതോടുകൂടെ യേശു വ്യക്തമാക്കിയാണ് ഈ സേവനങ്ങള് താൻ ഏൽപ്പിച്ച ദൗത്യ നിർവഹണത്തിന്റെ ഭാഗമായിട്ട് തന്റെ ശിഷ്യന്മാരും
ശിഷ്യന്മാരുടെ പിൻതലമുറക്കാരും സമൂഹത്തിൽ ചെയ്യുന്ന സേവനങ്ങള് ഒരു കച്ചവട മനസ്ഥിതിയോട് കൂടിയല്ല നിർവഹിക്കപ്പെടേണ്ടത് എന്നും അത് തികഞ്ഞ സേവന മനോഭാവത്തോടും ശുശ്രൂഷയുടെ ചൈതന്യത്തോടും കൂടിയാണ് സമൂഹത്തിൽ അവ നിർവഹിക്കപ്പെടേണ്ടത് എന്നും യേശു ഇന്നത്തെ സുവിശേഷത്തിലൂടെ വ്യക്തമാക്കുന്നതായിട്ട് നമുക്ക് കാണാം. ഇന്നും ഈ തിരഞ്ഞെടുക്കലും പരിശീലനവും അയക്കലും തുടർന്നുകൊണ്ടേയിരിക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇന്ന് യേശു തിരഞ്ഞെടുക്കുന്ന വ്യക്തികള്, യേശു സമൂഹത്തിലേക്ക് അയക്കുന്ന വ്യക്തികള് ആ വ്യക്തിയുടെ ഭാഗത്തു നിന്ന് തങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യം വളരെ ഉത്തരവാദിത്തപൂർണമായ രീതിയിൽ നിർവഹിക്കാൻ ബാധ്യസ്ഥരാണ് തങ്ങളെന്ന് ഉള്ള ചിന്ത അവർക്കുണ്ടാവുകയും സമൂഹത്തിന്റെ ഭാഗത്തു നിന്ന് അവരെ സ്വീകരിക്കാനും അവരെ ഉൾക്കൊള്ളാനും വേണ്ട ഉത്തരവാദിത്വം നിർവഹിക്കേണ്ടതാണ് എന്ന ചിന്ത അവരുടെ ഭാഗത്തു നിന്നുണ്ടാകുകയും ചെയ്യേണ്ടിയിരിക്കുന്നു എന്നുള്ളതാണ് ഇന്നത്തെ സുവിശേഷത്തിന്റെ പ്രധാനപ്പെട്ട വിഷയം.